അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും ആഘോഷ നാളുകൾക്ക് കനകക്കുന്നിൽ സമാരംഭം. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം 5ാം പതിപ്പിലേക്ക്. സൂര്യവെളിച്ചമാണ് ഏറ്റവും വലിയ ആൻറ്റിസെപ്റ്റിക് എന്ന് പറയാറുണ്ട്. അണുനാശിനി എന്ന് പറയാറുണ്ട്. അതുപോലെ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരുപാട് അണുക്കളുണ്ട്, ഒരുപാട് ജെയിംസ് ഉണ്ട്. അതിനെയൊക്കെ കൊന്നു തിന്നാൻ നമുക്കിതുപോലുള്ള സാഹിത്യ വേദികൾ തന്നെ വേണം. ബഹുസ്വര സഞ്ചാരങ്ങളുടെ വൈവിധ്യധാരകളെ സമന്വയിപ്പിക്കുകയാണ് ഈ അക്ഷരോത്സവം. ഇന്ന് ലോകം മുഴുവൻ ബഹുസ്വരത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അഭിപ്രായം പറയുവാനും ചില അഭിപ്രായങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം കൈവിട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അതേക്കുറിച്ചാണ് ഈ ഫെസ്റ്റിവൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. വീരേന്ദ്രകുമാറിൻ്റെ മനസ്സിൽ ഉദിച്ച ആശയമാണ് മാതൃഭൂമി അക്ഷരോത്സവം. അദ്ദേഹം തുടങ്ങി വെച്ച അക്ഷരോത്സവം ഇന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യമേളയെ മാറി എന്നതിൽ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ട്. ബഹുസ്വരത അടിച്ചമർത്തപ്പെടുന്ന കാലത്ത് ചെറുത്തുനിൽപ്പുകളാണ് നീതിയെന്ന ഈജിപ്ഷ്യൻ എഴുത്തുകാരി മൻസൂറ എസ് സെൽദിൻ പറഞ്ഞു. അക്ഷരോത്സവത്തിലെ സായന്തനങ്ങൾ ഇനി സാംസ്കാരിക ആഘോഷങ്ങളുടേതാണ്. ഇനിയുള്ള പകലുകൾ അറിവിൻ്റെ വിനിമയങ്ങളുമാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.